മൂന്നാം നിലയിൽ ഓഫീസ് റൂമിനോട് ചേർന്ന് ഒരു ഡോർ കണ്ടു. പാറു അങ്ങോട്ട് പോയി. അത് ലിഫ്റ്റാണ്, യമുന പറഞ്ഞു. പാറു തല കുലുക്കിക്കൊണ്ട് പിന്തിരിഞ്ഞു. മറ്റേ സൈഡിലെ ഡോർ തുറന്നപ്പോൾ അത് ഓപ്പൺ ടെറസാണ്. അവിടെ നടുക്കൊരു ചെറിയ ഗ്ലാസ് ടേബിളും 4 ഫൈബർ ചെയറുകളും ചുറ്റും പൂന്തോട്ടവും കണ്ടു. ഇത് അച്ഛൻ്റെ പണിയാ. അധികം ടെൻഷൻ അടിക്കുമ്പോൾ ഇവിടെ വന്നിരിക്കും, യമുന പറഞ്ഞു. താഴെ മുറ്റത്ത് ചെടികളൊന്നും കണ്ടില്ലല്ലോ? പാറു അക്കാര്യം ഓർത്തെടുത്ത് ചോദിച്ചു. അതിനൊക്കെ ആർക്കാ മോളെ താല്പര്യം? എന്നും ഓരോ പ്രശ്നങ്ങളായിരുന്നു. ഇപ്പോൾ നീ വന്നല്ലോ, ഇനി നമുക്ക് എല്ലാം തുടങ്ങാം, യമുന പറഞ്ഞു കൊണ്ട് പാറുവിനെ ചേർത്ത് പിടിച്ചു. അവൾ മൂളി. അന്ന് തന്നെ ആദിയും ആകാശും വാടക വീട് ഒഴിഞ്ഞു. 2 റൂമും 2 പേരും എടുത്തു. പാറുവിൻ്റെ റൂം ആദിയാണ് എടുത്തത്. പാറു 3-ാം നിലയിൽ നിന്ന് താഴോട്ട് നോക്കി. അവൾക്ക് പേടിയായി. അവൾ കുറച്ച് പിന്നോട്ട് മാറി നിന്നു. അങ്ങോട്ട് പാറുവിനെ തിരഞ്ഞ് മൂർത്തി വരുന്നുണ്ടായിരുന്നു. നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതിനാ ഇവളോട് നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞത്, മൂർത്തി പാറുവിനോട് പറഞ്ഞു. പാറു എന്താണെന്ന അർത്ഥത്തിൽ മൂർത്തിയെ നോക്കി. നീ ഇവിടെ ഇരിക്കി, എന്നിട്ട് പറയാം, യമുന പറഞ്ഞു. വേണ്ട, ഞാനിവിടെ നിന്നോളാം, അച്ഛൻ പറഞ്ഞോളൂ, മൂർത്തി പറഞ്ഞു തുടങ്ങി. ഞങ്ങളുടെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും കമ്പനിയും നിന്റെ പേരിൽ എഴുതി വച്ചു, രജിസ്റ്ററും ചെയ്തു. ഇപ്പോൾ എല്ലാറ്റിൻ്റെയും അവകാശി നീയാണ്. ഞാൻ ഉടനെ രാജിവെക്കും. നിന്നെ കമ്പനി CEO ആയി നിയമിച്ചു കൊണ്ടുള്ള പേപ്പേഴ്സ് എല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അത് ഉടനെ കയ്യിൽ കിട്ടും. അപ്പോൾ മുതൽ നിനക്ക് കമ്പനിയിൽ CEO ആയി ചാർജ് എടുക്കാം. പിന്നെ മീറ്റിംഗ് എല്ലാം നീ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ചെക്ക് ഒപ്പിടേണ്ടത് നീയാണ്. എല്ലാ ബ്രാഞ്ച് ഓഫീസുകളും സന്ദർശിച്ച് നീ CEO ആയ വിവരം മീറ്റിംഗ് വിളിച്ചു കൂട്ടി അറിയിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ എല്ലാം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കാം. ഇനി എനിക്ക് ഓടാൻ വയ്യ മോളെ, എനിക്ക് റെസ്റ്റ് വേണം. ശേഖറിന് എല്ലാം അറിയാം. നിന്നെ ആദിയും ആകാശും സഹായിക്കും. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ മക്കൾ വരുമ്പോൾ എൻ്റെ പേരിൽ ഒന്നും ഉണ്ടാവരുത് എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. അവർ എന്നെ കൊല്ലാനും മടിക്കില്ല. ഈ സ്വത്തുക്കളും കമ്പനിയും നശിച്ചു പോകരുത്. നിനക്ക് ഇത് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഞങ്ങളെല്ലാവരും കൂടെയുണ്ട്. പിന്നെ എൻ്റെ മക്കളെ പേടിക്കേണ്ട. ഇന്നു മുതൽ നിനക്ക് 5 ബോഡിഗാർഡുകൾ ഉണ്ടായിരിക്കും. അതിൽ ഒരാൾ ലേഡി ആയിരിക്കും. അവർ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. മുന്നിലും പിന്നിലുമായി വാഹനങ്ങളിൽ അവർ നിന്നെ പിന്തുടരും. ശേഖർ വരുന്നത് വരെ PA ആയി നിനക്ക് ആരെ വേണമെങ്കിലും നിയമിക്കാം, മൂർത്തി പറഞ്ഞു. നിർത്തി. പാറു കണ്ണു തുറിച്ചു പകച്ചു നിൽക്കുകയായിരുന്നു. യമുന അവളെ തട്ടി വിളിച്ചപ്പോഴേക്കും അവൾ ഒരു വശത്തേക്ക് മറിഞ്ഞു വീണു. യമുനയ്ക്ക് അവളെ പൊക്കാൻ കഴിഞ്ഞില്ല. അവളുടെ തല ചെറുതായി ഒന്ന് പാരപ്പറ്റിലിടിച്ചു. യമുനയ്ക്ക് അവളെ പൊക്കാൻ കഴിഞ്ഞില്ല. മൂർത്തി നിലത്തു നിന്നും അവളെ കൈകളിൽ കോരിയെടുത്തു ലിഫ്റ്റിൽ കയറി. പിന്നാലെ യമുനയും അവളുടെ റൂമിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും തലയിൽ നിന്ന് രക്തം ഇറ്റു വീഴുന്നത് കണ്ട് യമുന അലറി വിളിച്ചു. മൂർത്തി നേരെ പാറുവിനെയും കൊണ്ട് പുറത്തേക്ക് ഓടി. അത് കണ്ട് സെക്യൂരിറ്റി ഗേറ്റ് തുറന്നിട്ടു. യമുന ആദ്യമേ കാറിൽ കയറി. മൂർത്തി അവളെ കാറിൻ്റെ പിൻ സീറ്റിൽ കിടത്തി. മൂർത്തിയും കയറി. ഡ്രൈവർ കാർ പറപ്പിച്ചു വിട്ടു. മൂർത്തിക്ക് ഷെയറുള്ള സിറ്റിയിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക്. യമുനയുടെ മടിയിലായിരുന്നു പാറുവിൻ്റെ തല. യമുന കരഞ്ഞുകൊണ്ട് അവളെ തട്ടി വിളിച്ചുകൊണ്ടിരുന്നു. 15 മിനിറ്റ് കൊണ്ട് അവർ ഹോസ്പിറ്റലിലെത്തി. മൂർത്തി വിളിച്ചറിയിച്ചത് കൊണ്ട് തന്നെ ഡോക്ടറും അറ്റൻഡറും സ്ട്രെച്ചറുമായി കാത്തുനിന്നിരുന്നു. മൂർത്തി അവളെ അതിലേക്ക് കിടത്തി. അറ്റൻഡർ വേഗം സ്ട്രെച്ചർ തള്ളി കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയി. മൂർത്തി ആദ്യ വിവരം അറിയിച്ചു. ആദ്യം ആകാശും കാർ ഹോസ്പിറ്റലിലേക്ക് പറപ്പിച്ചു വിട്ടു. മൂർത്തി ആകെ തളർന്നിരുന്നു. ഒരു കുഴപ്പവും ഇതുവരെ അവൾക്കുണ്ടായിട്ടില്ല. തൻ്റെ വീട്ടിൽ എത്തിയ അന്ന് തന്നെ ഇങ്ങനെ സംഭവിച്ചതിൽ മൂർത്തിക്ക് നല്ല വിഷമം തോന്നി. ഡോക്ടർ പാറുവിനെ പരിശോധിച്ചു. വലിയ കുഴപ്പമൊന്നും അവർ കണ്ടില്ല. എന്തോ ഷോക്ക് കൊണ്ട് ബോധം പോയതാണ്. വീണപ്പോൾ തല ചെറുതായി ഒന്നിടിച്ചു. ഡോക്ടർ മുറിവ് വൃത്തിയാക്കി സ്റ്റിച്ചിട്ടു. ട്രിപ്പും ഇട്ടു. അപ്പോഴേക്കും ആദിയും ആകാശും അങ്ങോട്ടെത്തി. ഡോക്ടർ മൂർത്തിയോട് വിവരം പറഞ്ഞു. പേടിക്കാനൊന്നുമില്ല. എന്തോ ഷോക്ക് കൊണ്ട് ബോധം പോയതാണ്. തലയ്ക്ക് ചെറിയൊരു മുറിവുണ്ട്. അത് സ്റ്റിച്ചിട്ടിട്ടുണ്ട്. പേഷ്യൻറ്റിന് ഇപ്പോൾ ബോധം വന്നിട്ടുണ്ട്. പിന്നെ ഡ്രിപ്പ് കഴിഞ്ഞാൽ വീട്ടിൽ പോകാം. ഇതെല്ലാം
ആദ്യം ആകാശം കേൾക്കുന്നുണ്ടായിരുന്നു. യമുന ഉണ്ടായിരുന്നു അവളുടെ അടുത്ത്. ട്രിപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ അവളെ ഡിസ്ചാർജ് ചെയ്തു. 4 സ്റ്റിച്ചുണ്ട്. മുറിവ് നനയ്ക്കരുത്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ വന്ന് മുറിവ് കെട്ടണം. 7 ദിവസം കഴിഞ്ഞാൽ സ്റ്റിച്ച് എടുക്കാം, ഡോക്ടർ പറഞ്ഞു. പെയിൻ കില്ലറും എഴുതി കൊടുത്തു. വേദന ഉണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി. ആദി സമ്മതിച്ചു. അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ആദി വിവരങ്ങളെല്ലാം ചോദിച്ചു. മൂർത്തിയെല്ലാം വിശദമായി പറഞ്ഞു. മൂർത്തി സ്വത്തുക്കളെല്ലാം പാറുവിൻ്റെ പേരിൽ എഴുതി രജിസ്റ്റർ ചെയ്തു എന്നത് ആദിക്കും ആകാശിനും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇത്രയും വലിയ സാമ്രാജ്യം സ്വന്തം പേരിൽ വന്നു എന്നറിഞ്ഞാൽ ആരായാലും ബോധം കെടും. സ്വാഭാവികം, ആകാശ് തമാശയോടെ പറഞ്ഞു. മൂർത്തി അവൻ്റെ തോളിൽ ഒന്ന് കൊടുത്തു. ഇവിടെ മനുഷ്യൻ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാ അവൻ്റെ ഒരു തമാശ, മൂർത്തി പരിഭവത്തോടെ പറഞ്ഞു. ആ, എല്ലാവരും തല്ല്. ഇനി ആരാ ഉള്ളത്? ഞാൻ ഷർട്ട് അഴിച്ച് നിന്ന് തരാം, ആകാശ് മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. മൂർത്തി ചിരിച്ചുപോയി. അപ്പോഴേക്കും യമുന പാറുവിനെ പിൻസീറ്റിൽ കയറ്റി. ആദ്യം ബില്ലടച്ചു. ഇവിടെ ബില്ലൊന്നും കൊടുക്കണ്ട, ഇവിടെ എനിക്ക് ഷെയറുണ്ട്, മൂർത്തി പറഞ്ഞു. സോറി സാർ, ആളറിയാതെ പറ്റിപ്പോയതാണ്, ക്യാഷ് കൗണ്ടറിലെ സ്റ്റാഫ് പറഞ്ഞു. അവർ ക്യാഷ് തിരിച്ചു കൊടുത്തു. എല്ലാവരും കാറിൽ കയറി മൂർത്തിയുടെ വീട്ടിലേക്ക് പോയി. പാറുവിന് തല നല്ല വേദനയുണ്ടായിരുന്നു. യമുന അവളെ അവളുടെ റൂമിൽ കൊണ്ടുപോയി കിടത്തി. മുറിവ് വലതുവശത്തായതിനാൽ ഇടതുവശം ചെരിഞ്ഞാണ് അവൾ കിടന്നത്. ആദിയും ആകാശും അവളെ കണ്ടു സമാധാനിപ്പിച്ചു തിരിച്ചുപോയി. കുറച്ചു കഴിഞ്ഞു യമുന അവൾക്ക് ജ്യൂസ് കൊണ്ടുവന്നു കൊടുത്തു. അമ്മേ, എനിക്കൊന്ന് മേൽ കഴുകണം, അവൾ പറഞ്ഞു. യമുന അവളുടെ ബാഗിൽ നിന്ന് ഡ്രസ്സ് എടുത്തു കൊടുത്തു. പിന്നെ ബാത്റൂമിൽ ഹീറ്റർ ഉപയോഗിച്ച് ചൂടാക്കിയ വെള്ളവും എടുത്തു വെച്ചു. തല നനയ്ക്കരുത് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് യമുന ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഡോർ ചാരി. പാറു ബാത്റൂം കണ്ട് അന്തം വിട്ടു നിൽക്കുകയായിരുന്നു. വലിയൊരു ബാത്റൂമായിരുന്നു അത്. അവിടെ തന്നെ ഒരു ഭാഗത്ത് ബാത്ത് ടബും മറ്റൊരു ഭാഗത്ത് ചെറിയ സ്വിമ്മിംഗ് പൂളും ഉണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞു യമുന ഡോറിൽ തട്ടിയപ്പോൾ ആണ് അവൾക്ക് ബോധം വന്നത്. ഇപ്പോൾ വരാം അമ്മേ, അവൾ പറഞ്ഞു. പിന്നെ വേഗം മേൽ കഴുകി മുഖവും ഒന്ന് കഴുകി തുടച്ചു. ഡ്രസ് മാറ്റി അവൾ പുറത്തിറങ്ങി. അപ്പോഴേക്കും മൂർത്തി അങ്ങോട്ട് വന്നു. നമ്മുടെ അഡ്വക്കേറ്റ് വന്നിട്ടുണ്ട്, മെല്ലെ അങ്ങോട്ടൊന്ന് വാ. മൂർത്തി മെല്ലെ അവളെ പിടിച്ചുകൊണ്ട് 2ാം നിലയിൽ തന്നെയുള്ള ഹാളിലേക്ക് ഇറങ്ങി. അവിടെയുള്ള സെറ്റിയിൽ അവളെ ഇരുത്തി. യമുന വക്കീലിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. അവളുടെ തലയിലെ കെട്ട് കണ്ട് അയാൾക്ക് പാവം തോന്നി. മാഡം, ഞാൻ അധിക സമയം ബുദ്ധിമുട്ടിക്കുന്നില്ല. ഈ പേപ്പേഴ്സിൽ മാഡത്തിൻ്റെ കുറച്ച് സൈൻ വേണം, അതിനു വേണ്ടി വന്നതാ, പറഞ്ഞുകൊണ്ട് അയാൾ ഒപ്പിടാനുള്ള ഭാഗം പാറുവിന് കാണിച്ചു കൊടുത്തു. പോക്കറ്റിൽ നിന്ന് പാർക്കറിൻ്റെ വില കൂടിയ പേനയും എടുത്തു നൽകി. പാറുവിൻ്റെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വല്ല വിധേനയും അവൾ മനസ്സിനെ നിയന്ത്രിച്ചു ഒപ്പിട്ടു. അപ്പോൾ തന്നെ വക്കീൽ പേപ്പറുകൾ എടുത്തുകൊണ്ട് പോകാൻ എഴുന്നേറ്റു. സാർ, ഈ പേപ്പറുകൾ കോപ്പിയെടുത്തു നാളെ എത്തിക്കാം, പറഞ്ഞുകൊണ്ട് അയാൾ തിരിച്ചുപോയി. അവൾ സെറ്റിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പാറു മേഡം, AM ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ CEO ആയ എൻ്റെ മകൾ സൗപർണികയ്ക്ക് അഭിനന്ദനങ്ങൾ, മൂർത്തി നാടകീയതയോടെ പറഞ്ഞുകൊണ്ട് അവൾക്ക് ഷേക്ക് ഹാൻഡ് നൽകി. യമുന അവളെ ചേർത്ത് പിടിച്ചു നെറുകയിൽ മുകർന്നു. പിന്നെ നിനക്കൊരു ലേഡി അടക്കം 5 ബോഡി ഗാർഡുകൾ ഉണ്ടായിരിക്കും. നിന്റെ വാഹനത്തിൻ്റെ മുന്നിലും പിന്നിലും അവരുടെ വാഹനമുണ്ടായിരിക്കും. അവർ ഇറങ്ങി പരിസരം ചെക്ക് ചെയ്തു കഴിഞ്ഞ് നിനക്ക് ഡോർ തുറന്നു തരും. അതുവരെ നീ കാറിൽ നിന്ന് ഇറങ്ങരുത്. ഒരിക്കലും നീ ഡോർ തുറക്കില്ലെന്ന് എനിക്ക് വാക്കുതാ. മൂർത്തി വലം കൈ നീട്ടി. പാറു പരിഭവത്തോടെ മൂർത്തിയെ നോക്കി. ഇവിടെ വെച്ചും എനിക്ക് ഡോർ തുറന്നൂടെ, അവൾ ചോദിച്ചു. ഇവിടെ നീ എന്ത് വേണമെങ്കിലും ചെയ്തു. ഞാൻ ഓരോ ബ്രാഞ്ചിലും പിന്നെ പുറത്തു പോകുമ്പോഴും ഉള്ള കാര്യമാണ് പറഞ്ഞത്. വാക്കുതാ. മൂർത്തി കൈ നീട്ടി പിടിച്ചു. പാറു തൻ്റെ കൈത്തലം മൂർത്തിയുടെ കയ്യിൽ വെച്ചു. ഓക്കെ, വെൽ ഡൺ മൈ ഡിയർ ക്യൂട്ട് ബേബി, മൂർത്തി സന്തോഷത്തോടെ പറഞ്ഞു. പാറു 2 ദിവസം റെസ്റ്റ് എടുത്തു. പിന്നെ വീടിൻ്റെ പുറത്തൊക്കെ ഇറങ്ങി. അവൾ കിച്ചണിൽ കയറിയാൽ അവിടെ നിന്ന് യമുന ഓടിച്ചു വിടും. സ്റ്റിച്ച് എടുക്കുന്നത് വരെ ഓഫീസിൽ പോകേണ്ടെന്ന് മൂർത്തി പറഞ്ഞിരുന്നു. മൂർത്തി അവൾക്ക് വില കൂടിയ ഒരു ലാപ്ടോപ്പ് സമ്മാനിച്ചു. അതിൽ അവൾ വീട്ടിലിരുന്ന് ജോലി ചെയ്തു തുടങ്ങി.
ആദി ദിവസം 3 നേരവും വിളിക്കും. ആദിയും യമുനയും ആണ് അവളെ മുറിവ് കെട്ടാൻ കൊണ്ടുപോയിരുന്നത്. മുറിവ് കരിഞ്ഞു തുടങ്ങി. സ്റ്റിച്ചും എടുത്തു. നാളെ മുതൽ തല നനയ്ക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞായറാഴ്ച രാവിലെ തന്നെ രവി തൻ്റെ സുഹൃത്തുക്കളെയും കൂട്ടി പാറു താമസിച്ചിരുന്ന വീട്ടിലെത്തി. വാതിൽ അടച്ചിരിക്കുകയാണ്. അകത്ത് ആൾപെരുമാറ്റം ഉള്ളതുപോലെ സൗണ്ട് കേൾക്കാം. രവി കോളിംഗ് ബെൽ അടിച്ചു കാത്തുനിന്നു. ആകാശാണ് ഡോർ തുറന്നത്. ആദി, നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്, അവൻ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. ആദി അങ്ങോട്ട് വന്നു. ബ്ലാക്ക് ബോഡി ഫിറ്റ് ടീഷർട്ടും ഗ്രേ കളർ 3/4 ആയിരുന്നു അവൻ്റെ വേഷം. രവി അവനെ ആകമാനം ഒന്ന് നോക്കി. അന്ന് പാറു മൂർത്തിയെ കാണാൻ പോയത് ആദി എന്ന ഇവൻ്റെ ഒപ്പമാണോ? അതിസുന്ദരനായ ഒരുവൻ, നല്ല ഹൈറ്റുമുണ്ട്. ആ നീണ്ട ചെമ്പൻമുടി കാണാൻ തന്നെ ഒരഴകാണ്. അവനെ കണ്ടപ്പോൾ രവിക്ക് അസൂയ തോന്നി. ആരാ? എന്തു വേണം? നല്ല പൗരുഷമാർന്ന സ്വരത്തിൽ ആദി ചോദിച്ചു. ഞാൻ രവി, എനിക്ക് സൗപർണികയെ ഒന്ന് കാണണം, രവി പറഞ്ഞു. ആദി രവിയെ കണ്ണെടുക്കാതെ ആ പാദചൂടം ഒന്ന് നോക്കി. പിന്നെ എന്തോ അർത്ഥത്തിൽ തല കുലുക്കി.